ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു സ്പൈസി ചിക്കൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടു വന്നാൽ 2 സ്പൂൺ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയാണ് കുറച്ചുകൂടെ കളറൊക്കെ കിട്ടാൻ നല്ലത്. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് 1 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്പൈസി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ശരി, വീണ്ടും കാണാം. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. ബൈ.